ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ എൻ്റെ ഹെയർ ഒന്ന് ബ്രൈഡ് ചെയ്യാൻ പോവാട്ടോ. അതിന് ഞാൻ സലൂണിലൊന്നും പോകേണ്ട കാര്യമില്ല. ഇവിടെ ഞങ്ങളുടെ കേത്തി ഉണ്ട്. കേത്തി നല്ല സൂപ്പറായിട്ട് ഹെയർ ബ്രൈഡിങ് ചെയ്യും. ഇവിടെ ഫ്രൈഡേയ്സിൽ കേത്തിയുടെ ഫ്രണ്ട്സൊക്കെ വരും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, അവരെല്ലാവരും എത്യോപ്യ എന്നുള്ള പിള്ളേരാട്ടോ. ഇപ്പോൾ അവർ എൻ്റെയും കൂടെ ഫ്രണ്ട്സാണ്. അപ്പോൾ അവർ വരുന്ന സമയത്ത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഹെയർ ബ്രൈഡിങ് ഒക്കെ ചെയ്യും. അപ്പോഴൊക്കെ ഞാനും വിചാരിക്കും ചെയ്യണം എന്നുള്ളത്. പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ നീണ്ടു പോയതാട്ടോ. അപ്പോൾ ഇന്നങ്ങനെ ഒരു സമയമൊക്കെ കിട്ടിയ സമയത്ത് ഞാനും പിന്നെ ത്രോഞ്ചും കൂടെ അങ്ങനെ ഇരുന്നു. ത്രോഞ്ച് എന്ന് പറയുന്നത് എൻ്റെ മാഡത്തിൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ വർക്ക് ചെയ്യുന്ന കുട്ടിയാട്ടോ. അപ്പോൾ മാഡത്തിൻ്റെ സിസ്റ്റർ ഇങ്ങനെ ട്രിപ്പ് പോയേക്കണോണ്ട് അവിടെ വീട്ടിൽ ആരുമില്ല. അപ്പോൾ ത്രോഞ്ച് ഞങ്ങളുടെ കൂടെ ഉണ്ട് കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ ത്രോഞ്ചും കൂടെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ എൻ്റെ ഹെയർ ഇങ്ങനെ ബ്രൈഡ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കേത്തി അതിനിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേത്തിക്ക് കേരളക്കാരുടെ ഹെയർ അത്ര ഇഷ്ടം. പിന്നെ ലോങ് ഹെയർ ആണല്ലോ കേരളത്തിലുള്ള ആളുകൾക്ക്. എൻ്റെ അത്ര ലോങ് ഹെയർ അല്ല, പക്ഷെ എങ്കിലും കേരളത്തിലുള്ളവർക്ക് പൊതുവേ ലോങ് ഹെയർ ആണല്ലോ. അപ്പം ഞാൻ പറയായിരുന്നു എനിക്കിഷ്ടം നിങ്ങളുടെ ഹെയർ ആണ്, കാരണം അവരുടെ ഹെയർ നല്ല സ്പ്രിങ് മധുരത്തെ ഹെയർ ആണല്ലോ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തള്ളിക്കൊണ്ട് ചെയ്യാൻ തുടങ്ങി. ചെയ്ത് തുടങ്ങിയപ്പോഴേ കേത്തി പറഞ്ഞായിരുന്നു കേട്ടോ കുറച്ച് വേദന കാണുന്നുള്ളത്. പക്ഷേ വേദനയല്ല, എനിക്ക് തോന്നുന്നു നല്ല ടൈറ്റായിട്ട് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ടൈറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ നല്ല വലിച്ചിൽ പോലെ തോന്നും, അത്രേ ഉള്ളൂ. അല്ലാതെ പെയിനായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല. പക്ഷെ ഇത് മുഴുവനും ചെയ്ത് കഴിയുന്ന സമയത്ത് തല മുഴുവനും എന്തോ വെച്ച് ടൈറ്റായിട്ട് വലിഞ്ഞ് മുറുക്കി വെച്ചിരിക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും കേട്ടോ. അത് കുറച്ചധികം നേരം ഉണ്ടായിരുന്നു ആ ഒരു ഫീല്. പിന്നെ കേത്തിയുടെ ടൂൾ എന്ന് പറയുന്നത് ഒരു പഴയ പേന കേട്ടോ, കഴിഞ്ഞു പോയിട്ടുള്ളൊരു പേന. അത് വെച്ചിട്ടാണ് പുള്ളിക്കാർ ഹെയർ ഇങ്ങനെ ഡിവൈഡ് ചെയ്യണതൊക്കെ. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, പുള്ളിക്കാർ നല്ല സൂപ്പറായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. നല്ല സ്പീഡിലും കൂടെ ആയിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാമെന്നുള്ളത്. കാരണം എനിക്കിവിടെ ഷെയർ ചെയ്യാനുള്ളത് ആകെ എൻ്റെ കെയർ ഗിവർ എന്താ പറയുക ആ ഒരു ജേർണിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പിന്നെ ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ഇങ്ങനെയുള്ള സമയങ്ങളൊക്കെ മാത്രമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതും കൂടെ എന്നാൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫിനിഷിങ് വരെ ഞാൻ കാണിച്ചു തരാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമുക്ക് വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഏകദേശം ഞങ്ങൾ ഫിനിഷിങ്ങിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇരുന്ന് എനിക്ക് നല്ല കാലൊക്കെ വേദനയായി. ചെയ്ത് കേത്തിക്കും കഴുത്തിനൊക്കെ വേദനയായി എന്ന് തോന്നുന്നുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ സമയം എടുത്തു കേട്ടോ. എന്നാലും അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. തല മുഴുവനും ഇങ്ങനെ ഒരു എന്തോ വലിച്ചു വെച്ചിരിക്കുന്ന പോലത്തെ ഒരു ഫീലുണ്ട്. പക്ഷെ എങ്കിലും എനിക്ക് നല്ല ഇഷ്ടമായി ആ ഒരു ലുക്ക്. പിന്നെ മാഡത്തിനും അറിയണ്ടായിരുന്നില്ല അത് ചെയ്യുന്നെന്നുള്ളത്. ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ മാഡത്തിന് വലിയ ഇഷ്ടമായി. അപ്പോൾ മാഡം പറഞ്ഞു മാഡത്തിൻ്റെ മക്കൾക്ക് ചെറുതായിരുന്ന സമയത്ത് മാഡം സലൂണിൽ കൊണ്ടുപോയി ചെയ്തിട്ടുണ്ട്, നല്ലതായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. മാഡത്തിനും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതാണ് കേട്ടോ ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത്. ഞാനും കാണിച്ചു തരാൻ മറന്നു ഈ ബാക്ക് സൈഡ് എങ്ങനെ ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വന്നിട്ടുള്ള വീഡിയോ കേട്ടോ, ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള വീഡിയോസും കൂടെയൊക്കെ എക്സ്പെക്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.